ഇത് പ്രശ്നം ഇവിടെ നിന്ന് 10 ലക്ഷം രൂപയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അമേരിക്ക എണ്ണ തരത്തില്ല. ഇതിനെ ഡോളറാക്കി കൺവേർട്ട് ചെയ്യണം. ഡോളർ ആക്കണമെങ്കിൽ US ട്രഷറിയുടെ പെർമിഷൻ വേണം. ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ US ട്രഷറി ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം എന്നുള്ള പെർമിഷനാണ് ആക്ച്വലി ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ കൊടുത്തത്. അപ്പോൾ അത് US ട്രഷറിന്നാണ് വന്നത്. ശ്രദ്ധിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത്. അന്നത്തെ മാധ്യമങ്ങളിൽ തന്നെ വാർത്ത ശ്രദ്ധിച്ചില്ല. US ട്രഷറിയിൽ തന്നെയല്ലേ വന്നത്? എന്തിനാണ് ട്രഷറി കയറി ഇടപെടുന്നത്? അല്ല, യുഎസിന്റെ അനുമതി എന്നുള്ള രീതിയിലാണ് വന്നത്. യുഎസിന്റെ ട്രഷറിയാ. അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് യുഎസിന്റെ അനുമതി. പിന്നീട് ചില ചാനലുകളിൽ പിന്നെ കാര്യം ഇവർക്ക് 10 കള്ളം പറയുന്ന കൂട്ടത്തിൽ ഇടയ്ക്കൊരു സത്യം എഴുതി കാണിക്കണമല്ലോ. 10 കള്ളം പ്രചരിക്കപ്പെട്ടോളൂ. ഈ സത്യം പിന്നീട് ആരും ചോദിച്ചു ഞങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ ചാനലുകാരുടെ കാണിക്കും, ഒരു സത്യം പറയും ഇതിന്റെ ഇടയ്ക്കൂടെ. പക്ഷേ കള്ളം പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷമേ ഇതിന്റെ ഇടയ്ക്കൂടെ സത്യം പറയും. ഞാനിത് രണ്ടും കണ്ടു. യുഎസിന്റെ ട്രഷറി അനുമതി കൊടുക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡോളർ കൺവേർഷന് അവന്റെ പെർമിഷൻ വേണം. അത് ലോകത്തിന് ഇതിപ്പോൾ നമ്മൾ ഡോളറാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനം. ഇപ്പം ഞാനിരുന്നിട്ട് ഇത് മാറ്റാൻ പറഞ്ഞാൽ മാറ്റാൻ പറ്റത്തില്ല. രൂപ കൊണ്ട് കൊടുത്താൽ ദുബായിൽ എടുക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ മറ്റൊരാളെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പവർഫുള്ളാണ്. അപ്പോൾ അമേരിക്ക എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അവനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇവൻ ആ ലെവലിൽ വളർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ അവനെ തോൽപ്പിക്കാൻ. ചൈന 89 വരെ GDP ഒന്നും അല്ലാതിരുന്ന ചൈന 30 വർഷം കൊണ്ടാണ് ഈ ലെവലിലേക്ക് വളർന്നു വന്നതെന്നും അതിനവൻ എന്താ ചെയ്തതെന്നും അവനെ പഠിച്ചിട്ട് വേണം അവൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കാൻ.